ഇന്ന് നമുക്ക് 2021 റിലീസായ കൂറ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരു കന്യാസ്ത്രീ, അവളാണെങ്കിൽ സ്ഥിരമായി പാറ്റയെ കഴിക്കുമായിരുന്നു. എന്നാൽ അവൾക്ക് ഇതിനു മുൻപ് അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഷോക്കിലാണ് അവൾ ഈ പാറ്റയെ കഴിക്കുന്നതും. അതെന്താണെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ക്രിസ്ത്യൻ കോളേജാണ് കാണിക്കുന്നത്. അവിടെ വാർത്തിക് എന്നൊരു പയ്യനെ ക്ലാസ്സിൽ നിന്നും സാറ് പുറത്താക്കിയിരിക്കുകയാണ്. എന്നാൽ അതൊന്നും അറിയാതെ മറ്റൊരാളാണെങ്കിൽ അവനോട് വന്ന് സംസാരിക്കും. എന്നാൽ അവൻ കരുതിയത് അത് അവിടുത്തെ സ്റ്റുഡന്റ് ആയിരിക്കുമെന്നാണ്. പക്ഷെ അത് അവിടുത്തെ പ്രൊഫസറായിരുന്നു. വാർത്തിക്കിനെ ആ സാറാണെങ്കിൽ ലൈബ്രറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നാൽ ലൈബ്രറിയിൽ എത്തിയിട്ടും അവനാണെങ്കിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ട് തന്നെയാണ് നിൽക്കുന്നതും. അവിടെ നിന്നും ബുക്ക് വായിക്കാനോ അങ്ങനെയൊന്നും അവന് മനസ്സ് വരുന്നതേയില്ല. അവിടെ നിൽക്കുന്ന പെൺകുട്ടികളെയൊക്കെ അവൻ വളയ്ക്കുവാനായി നോക്കും. പക്ഷെ ആരും അവനെ മൈൻഡ് ചെയ്തേയില്ല. എന്നാൽ അതേസമയം തന്നെ മറ്റൊരു സൈഡിൽ ഒരു കന്യാസ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ അവിടെ നിന്നും എന്തോ എടുത്ത് വായിലിട്ട് ചവയ്ക്കുന്നതും വാർത്തിക് കാണുന്നു. എന്നിട്ടവൾ അവിടെ നിന്ന് നടന്നു പോവുകയാണ് ചെയ്തത്. വാർത്തിക് ആണെങ്കിൽ അവിടെ നിന്ന് നേരെ തന്റെ വീട്ടിലേക്ക് വരും. വാർത്തിക് തന്റെ അങ്കിളിനോടൊപ്പമാണ് താമസിക്കുന്നതും. വാർത്തിക്കിന് മ്യൂസിക്കിലൊക്കെ ഒരുപാട് താല്പര്യമാണ്. അതുകൊണ്ട് പഠിത്തത്തെക്കാൾ കൂടുതൽ അവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും മ്യൂസിക്കിൽ തന്നെയാണ്. അവനും കൂട്ടുകാരും ചേർന്ന് ഒരു മ്യൂസിക് ബാൻഡ് തന്നെ രൂപീകരിച്ചിട്ടുമുണ്ട്. ഒരിക്കൽ വാർത്തിക്കും കൂട്ടുകാരും മ്യൂസിക്കൊക്കെ പ്രാക്ടീസ് ചെയ്ത് നേരം ഒരുപാടായിരുന്നു. വീട്ടിലേക്ക് പോകുവാനായി വാർത്തിക് റെഡിയാകുന്ന സമയത്തായിരുന്നു ഗ്രൗണ്ടിൽ നിന്നും ഒരു പെൺകുട്ടി ഫുട്ബോൾ കളിക്കുന്നത് കാണുന്നത്. അവൾ ഒറ്റയ്ക്കായിരുന്നു കളിച്ചുകൊണ്ടിരുന്നതും. എന്നാൽ വാർത്തിക്കിനെ കണ്ടതും അവൾ അവിടെ നിന്ന് പോകുവാനായും തുടങ്ങി. ഉടനെ അത് കണ്ട വാർത്തിക്കാണെങ്കിൽ, എന്താ പോകുന്നത്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം ഒന്ന് ഫുട്ബോൾ കളിക്കാൻ. അത് കേട്ടതും ആ പെൺകുട്ടി തിരിയുകയാണ്. അവൾ മറ്റാരുമല്ല, ആ കന്യാസ്ത്രീ തന്നെയായിരുന്നു. അവളുടെ പേരാണ് ജിൻസി. ജിൻസി ഉടനെ തന്നെ അതൊരു ചലഞ്ചായി സ്വീകരിച്ച് അവനോടൊപ്പം ഫുട്ബോൾ കളിക്കും. എന്നാൽ ജിൻസിയാണ് അതിൽ വിജയിക്കുന്നതും. ജിൻസി ഫുട്ബോൾ കളിക്കുന്നത് കണ്ട് വാർത്തിക് തന്നെ ഞെട്ടി നിൽക്കുകയാണ്. അന്നേ ദിവസം വീട്ടിൽ പോകാതെ ഗ്രൗണ്ടിൽ തന്നെ കിടന്ന് അവൻ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം നോക്കിയപ്പോൾ കന്യാസ്ത്രീ വേഷത്തിൽ തന്നെ ജിൻസി വരികയായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ബോൾ അവളുടെ അടുത്തുകൂടി പോകുന്ന സമയത്ത് ഒന്നും അറിയാത്തതുപോലെ പേടിച്ചാണ് നടന്നു പോകുന്നതും. ഇന്നലെ വരെ ഇവൾ അടിപൊളിയായിട്ട് ഫുട്ബോൾ കളിച്ചില്ലേ, പിന്നെ ഇന്ന് എന്താ ഇവള് കാണിക്കുന്നതെന്ന് വാർത്തിക് ചിന്തിക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ അവരുടെ കോളേജിലെ ആർട്സ് ഡേ സംബന്ധിച്ച് കുട്ടികളെല്ലാം പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നത് മാറി നിന്ന് ജിൻസി കാണുകയായിരുന്നു. എന്നാൽ ജിൻസിക്ക് ഡാൻസ് കളിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അവളാണെങ്കിൽ കാലുകൊണ്ട് താളം പിടിച്ചാണ് നിൽക്കുന്നതും. എന്നിട്ട് അവൾ ആരും അറിയാതെ ഒരു ക്ലാസ് റൂമിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. എന്നാൽ വാർത്തിക്കിന് അവളെ നല്ല സംശയമുണ്ടായിരുന്നു. ആരും അറിയാതെ പതുങ്ങി പതുങ്ങി ആ ക്ലാസ്സിൽ വന്ന് നോക്കുമ്പോൾ ജിൻസി ഡാൻസ് കളിക്കുന്നതാണ് കണ്ടത്. വാർത്തിക് വന്നതറിഞ്ഞ് അവളാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ അവിടെ ഇരിക്കും. അത് കണ്ട് ചിരിച്ചു കൊണ്ടുവന്ന വാർത്തിക്കാണെങ്കിൽ, എനിക്കറിയാം, അന്ന് നീ ആ ഫുട്ബോൾ കളിച്ചപ്പോഴേ നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. നീ എന്തിനാ ഇങ്ങനെ എല്ലാവർക്കും മുന്നിൽ അഭിനയിക്കുന്നതെന്ന് വാർത്തിക് ചോദിക്കുകയാണ്. ഈ കന്യാസ്ത്രീകളെല്ലാം ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട്. അവിടെയാണ് ജിൻസിയും ജോലിക്ക് പോകുന്നത്. ജോലി ചെയ്തുകൊണ്ട് നിൽക്കവേ തന്നെ അടുത്തു കൂടി ഒരു പാറ്റ പോകുന്നത് ജിൻസി കാണുന്നു. ഉടനെ തന്നെ ജിൻസി ആ പാറ്റയെ പിടിച്ച് വായിലിട്ട് ചവയ്ക്കുകയാണ്. ആർക്കും സംശയം തോന്നാത്ത വിധം അവൾ ചവച്ചുകൊണ്ടേ നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വാർത്തിക്കും വാർത്തിക്കിന്റെ അങ്കിളിന്റെ മക്കളും കൂടി റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അടുത്തുകൂടി ഒരു ജീപ്പ് പോകും. ആ ജീപ്പിൽ ജിൻസിയും ഉണ്ടായിരുന്നു. ജിൻസി ആണെങ്കിൽ വാർത്തിക്കിനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ടീച്ചർ ഒരു എക്സ്പെരിമെന്റ് സംബന്ധിച്ച് ഒരു ബോക്സ് നിറയെ പാറ്റയുമായി കോളേജിലേക്ക് വരും. ലാബിൽ ആ ബോക്സ് കൊണ്ടുവന്ന് വെച്ചിട്ട് ടീച്ചർ പുറത്തേക്ക് പോകുന്നു. ടീച്ചർ പോയ തക്കം നോക്കി ജിൻസി ആണെങ്കിൽ ലാബിലേക്ക് കടക്കുകയും ആ ബോക്സിൽ നിന്നും ഒരു പാറ്റയെ എടുത്ത് കഴിക്കുകയും ചെയ്തു. പിന്നീട് ആ എക്സ്പെരിമെന്റ് നടക്കുന്ന സ്ഥലത്തെല്ലാം ജിൻസി ചെന്ന് നിൽക്കുന്നുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ ലാബിൽ നിന്നും പുറത്തു വന്ന ജിൻസിക്കടുത്തേക്ക് വാർത്തിക് വരികയാണ്. നീ പാറ്റയെ പിടിച്ച് കഴിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ശരി, അതിനൊന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഓരോരുത്തർക്കും ഓരോ സ്വഭാവം കാണൂലേ. ചിലപ്പോൾ ചിലർക്ക് ഈ സ്ലേറ്റ് പെൻസിലൊക്കെ തിന്നുന്ന സ്വഭാവം അങ്ങനെയൊക്കെ കാണില്ലേ. അതുപോലെ ഞാൻ കരുതുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും വാർത്തിക് പറയുന്നു. പക്ഷേ അതിനൊന്നും ജിൻസിക്ക് മറുപടിയില്ലായിരുന്നു. ജിൻസി ഒരു മഠത്തിലാണല്ലോ നിൽക്കുന്നത്. മഠത്തിലേക്ക് വന്ന് തന്റെ ഡ്രസ്സൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുന്ന ജിൻസിയാണെങ്കിൽ അവിടുത്തെ കണ്ണാടിയിൽ ഒരു പാറ്റയെ കാണുന്നു. എല്ലാ തവണയും കൈകൊണ്ട് പിടിച്ച് പാറ്റയെ കഴിക്കുന്ന ജിൻസിയാണെങ്കിൽ അന്ന് വായിക്കൊണ്ട് തന്നെ കണ്ണാടിയിൽ നിന്നും ആ പാറ്റയെ എടുത്ത് രുചിയോടുകൂടി കഴിക്കുകയാണ് ചെയ്തത്. അടുത്ത ദിവസം ജിൻസിയെ കാണുന്ന വാർത്തിക്കാണെങ്കിൽ അവളുടെ ഫോട്ടോ എടുക്കുന്നു. എന്നാൽ ജിൻസിക്ക് ആകെ ദേഷ്യം. ജിൻസി നേരെ അവനടുത്ത് ചെന്നിട്ട് അവന്റെ ക്യാമറയാണെങ്കിൽ പിടികൂടി അവൾ നേരെ റൂമിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ വാർത്തിക്കാണെങ്കിൽ കന്യാസ്ത്രീയുടെ വേഷം ധരിച്ച് അവളുടെ റൂമിലേക്കെത്തി. ക്യാമറ അവൻ സ്വന്തമാക്കുകയും ചെയ്തു.
എന്നിട്ട് ആ ക്യാമറ ഉപയോഗിച്ച് അവളുടെ ഫോട്ടോയും എടുക്കും. അത് കണ്ടുകൊണ്ടുവന്ന ജിൻസിയാണെങ്കിൽ ദേഷ്യത്തിൽ അവനെ തല്ലുകയും അവനെ ഓടിക്കുകയും ഒക്കെ ചെയ്തു. അവൻ ഉടനെ തന്നെ ബാത്റൂമിൽ കയറി കതകടയ്ക്കാൻ നോക്കിയ സമയം അവന്റെ കൈവിരലുകളെല്ലാം വാതിലിന് പുറത്തായിരുന്നു. ജിൻസി ഓരോ വിരലുകളായും പിടിച്ച് കടിക്കുവാനായും തുടങ്ങി. വേദന കാരണം വാർത്തിക്ക് കരയുകയാണ്. എന്നാൽ അതേസമയം തന്നെ അവനെ അകത്തേക്ക് തള്ളിയിട്ടിട്ട് ജിൻസി അവിടെയിട്ട് അവനെ ഒരുപാട് തല്ലും. അതിനുശേഷം ജിൻസി തന്റെ ബെഡിലേക്ക് വന്നിരുന്ന് ഒരുപാട് കരയും. എന്നാൽ അത്രയും അടി കൊണ്ടിട്ടും വാർത്തിക്കാണെങ്കിൽ അവിടെ ഇരുന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. വാർത്തിക്ക് നേരെ ജിൻസിയുടെ അടുത്ത് വന്നിട്ട്, എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തോ എന്നോട് പറയാൻ പറ്റാത്ത വിഷമമുണ്ട്. നീ എന്തിനാ അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? നീ എന്നോടത് തുറന്നു പറയുവാനേയും പറയുന്നു. ജിൻസി ആരോടും പറയാതെ മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന ആ ഒരു രഹസ്യം വാർത്തിക്കിനോട് പറയുകയാണ്. പിന്നീടൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയം ജിൻസി സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. അവൾ ഫുട്ബോളൊക്കെ നന്നായിട്ട് കളിക്കുന്നതിനാൽ അവൾക്ക് ഒരുപാട് പ്രൈസ് ഒക്കെ കിട്ടിയിരുന്നു. ജെൻസിയുടെ അച്ഛൻ ആ സ്കൂളിലെ പ്യൂണായിട്ടാണ് ജോലി ചെയ്യുന്നതും. മാത്രമല്ല ജെൻസിയുടെ അനിയനും ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നതും. അങ്ങനെ അവളുടെ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരിക്കൽ അവളുടെ സ്കൂളിലേക്ക് പ്രിൻസിപ്പാളിന്റെ മകനും എത്തുന്നത്. പുതിയ സാറായിട്ടാണ് ജോയിൻ ചെയ്യുന്നതും. എല്ലാ പെൺകുട്ടികളോടും അയാൾ നല്ല രീതിയിലാണ് പെരുമാറുന്നതും. അതുപോലെ തന്നെയാണ് ജെൻസിയോടും പെരുമാറിയത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വയ്യാത്തതിനാൽ ജെൻസിയുടെ അച്ഛനാണെങ്കിൽ സ്കൂളിലേക്ക് പോകില്ല. ആ ഒരു അവസരം മുതലെടുത്ത് ജെൻസിയുടെ അനുജനും സ്കൂളിൽ പോകാതെ വീട്ടിൽ തന്നെയിരുന്നു. ജെൻസി എന്ന ഒറ്റയ്ക്കാണ് സ്കൂളിലേക്ക് പോയതും. എന്നാൽ അതേസമയം അവൾ ഒരുപാട് ലേറ്റായിരുന്നു. അവിടെ അസംബ്ലി തുടങ്ങിക്കഴിഞ്ഞു. ഇനി ചെന്നാൽ ശരിയാകില്ല, എന്തായാലും അടികിട്ടുമെന്ന് കരുതി അവളാണെങ്കിൽ ആരും അറിയാതെ നേരെ ക്ലാസ്സിലേക്ക് പോകുവാനായും തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ പുതുതായി ജോയിൻ ചെയ്ത ആ ഒരു സാറിനെ കാണും. സാർ ഉടനെ തന്നെ ജെൻസിയെ കണ്ടപ്പോൾ, ജെൻസി ഇവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ച് അവൾ ലൈബ്രറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് അവൾ പ്രതീക്ഷിക്കാതെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് മോശമായി പെരുമാറും. എന്നെ ഒന്നും ചെയ്യരുതെന്ന് അവൾ കെഞ്ചിയിട്ടും അയാൾ അത് കേട്ടില്ല. അവളെ ഉടനെ തന്നെ അയാൾ ഒരു കണ്ണാടിക്ക് മുന്നിലേക്ക് കൊണ്ടുപോയി നിർത്തി അവളെ ക്രൂരമായി റേപ്പ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ അതേസമയം തന്നെ കണ്ണാടിയുടെ ഓപ്പോസിറ്റ് വശത്തു കൂടി ഒരു പാറ്റ പോകുന്നുണ്ടായിരുന്നു. ആ പാറ്റയെ കാണുമ്പോഴും അവൾക്ക് അയാളെയാണ് ഓർമ്മ വരുന്നത്. പാറ്റയെ എങ്ങനെയാണോ അവൾക്ക് വെറുപ്പ് തോന്നുന്നത്, അതുപോലെ തന്നെയാണ് അയാളോടും വെറുപ്പ് തോന്നുന്നത്. അതിനുശേഷം ജെൻസി കരഞ്ഞുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് വന്നതും. കൂട്ടുകാരികളൊക്കെ എന്തെന്ന് തിരക്കുമ്പോഴും ജെൻസി അതിന് മറുപടി കൊടുക്കുന്നില്ല. പിന്നീട് ആ സാറും ക്ലാസ്സിലേക്ക് വരും. ജെൻസിയെ കണ്ടതും അയാൾ വല്ലാത്ത രീതിയിലേക്ക് നോക്കി ചിരിക്കുന്നുമുണ്ട്. ജെൻസി ആണെങ്കിൽ അതൊന്നും സഹിക്കാനാകാതെ അടുത്തിരുന്ന കൂട്ടുകാരിയോട് വിവരം പറയും. അവളാണെങ്കിൽ മറ്റുള്ള കുട്ടികളോടും പറഞ്ഞു. ബോർഡിൽ എന്തൊക്കെയോ എഴുതിയതിനു ശേഷം തിരിഞ്ഞ സാറ് കാണുന്നത് എല്ലാ കുട്ടികളും ചെരുപ്പൂരി സാറിനെ അടിക്കാൻ വരുന്നതാണ്. പിന്നീട് ആ വിവരം പ്രിൻസിപ്പാളും സ്കൂളിന്റെ മാനേജറും ഒക്കെ അറിഞ്ഞു. എന്നാൽ മാനേജർ പ്രിൻസിപ്പാളിനോട് പറഞ്ഞത്, നിങ്ങളൊരു അമ്മയായി ചിന്തിക്കാതെ ഈ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പാളായി ചിന്തിച്ച് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് പറഞ്ഞു. എന്നാൽ ആ പ്രിൻസിപ്പാൾ ലീവിലായിരുന്ന പ്യൂണിനെ വിളിച്ചു വരുത്തി. പ്യൂണാണല്ലോ ജിൻസിയുടെ അച്ഛൻ. എന്നിട്ട് പറയും, ഇങ്ങനെയൊരു പ്രശ്നം സംഭവിച്ചു, അത് തെറ്റാണ്. പക്ഷെ നിങ്ങളുടെ മകളുടെ ഭാവി ഇനിയും മുന്നോട്ട് കിടക്കുകയാണ്. ഇത് പുറത്തറിഞ്ഞാൽ അവളുടെ ഭാവിയാണത് ബാധിക്കുന്നതെന്ന് അയാളെ ബ്രെയിൻ വാഷ് ചെയ്തു. അങ്ങനെ അച്ഛനാണെങ്കിൽ ജെൻസി സ്കൂൾ മാറ്റി അവളെ നേരെ കന്യാസ്ത്രീയാക്കുവാനാണ് പറഞ്ഞു വിട്ടതും. എന്നാൽ സഹോദരനെ പിരിയുന്നത് അവൾക്ക് സഹിക്കാനായില്ല. അച്ഛന്റെ നിർബന്ധപ്രകാരം അവൾ കന്യാസ്ത്രീ മഠത്തിലേക്ക് വന്നു. അവൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എനിക്ക് കന്യാസ്ത്രീയാകാൻ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞത്, നീ എന്റെ മകളായി ജനിച്ചതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞിട്ടായിരുന്നു അച്ഛൻ അവിടെ നിന്ന് പോയതും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവൾ ആ കന്യാസ്ത്രീ മഠത്തിൽ തന്നെയായിരുന്നു ജീവിച്ചതും. ആ കാര്യങ്ങളെല്ലാം വാർത്തിക്കിനോട് പറയുകയാണല്ലോ. എന്നിട്ട് പറയും, എനിക്ക് സ്വതന്ത്രമായൊന്ന് ജീവിക്കണമെന്നാണ് ഒരുപാട് ആഗ്രഹം. ഞാൻ പുറത്തേക്ക് പോയിട്ട് എത്ര നാളായെന്നറിയുമോ എന്നൊക്കെ വാർത്തിക്കിനോട് പറയുമ്പോൾ, എന്നാൽ ശരി, നമുക്ക് പുറത്തു പോകാം, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയും. അവൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. അന്നേ ദിവസം രാത്രി തന്നെ വാർത്തിക ബൈക്കുമായി അവളുടെ ഹോസ്റ്റലിന് മുന്നിൽ നിൽക്കുകയാണ്. കുറെ നേരമായിട്ടും അവളെ കാണുന്നില്ല. ആ മതില് ചാടിക്കടന്ന് ജിൻസിയെ പോയി നോക്കിയാലോ എന്ന് വാർത്തിക ചിന്തിക്കുന്ന സമയം തന്നെ അത്രയും വലിയ മതില് ചാടിക്കടന്ന് ജിൻസി വരികയാണ്. ഇതെങ്ങനെയാ നീ ചാടിയത് എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ബൈക്ക് കയറിപ്പോകും. അവർ നേരെ പോയത് ആരോരുമില്ലാത്ത ഒരു കാട് പോലുള്ള പ്രദേശത്തേക്കായിരുന്നു. അങ്ങനെ അവർ കുറച്ച് അവിടേക്ക് കറങ്ങി നടന്ന സമയത്തായിരുന്നു മഴ പെയ്തതും. ഉടനെ തന്നെ വാർത്തിക്കാണെങ്കിൽ അവളെയും കൊണ്ട് എവിടെയെങ്കിലും കയറി നിൽക്കണമല്ലോ എന്ന് ചിന്തിച്ച് അടുത്ത് കിടന്നൊരു കാറാണെങ്കിൽ ചെന്ന് പിടിച്ചു നോക്കുമ്പോൾ ഡോർ തുറന്നു വരുന്നു. അവർ രണ്ടുപേരും ആ കാറിനുള്ളിൽ കയറിയിരിക്കുകയാണ്. എന്നാൽ വാർത്തിക്കിനാണെങ്കിൽ ജെൻസി ഇഷ്ടമാണല്ലോ, അവളോടത് പറഞ്ഞിട്ടുമുണ്ടല്ലോ. ഉടനെ തന്നെ കാറിൽ വെച്ച് വാർത്തിക്കാണെങ്കിൽ ജെൻസിയെ കിസ് ചെയ്യും. അതിനുശേഷം അവരുടെ ടെക്സ്റ്റൈൽസിലേക്ക് പോയി ഡ്രസ്സ് മാറിയതിനു ശേഷം വാർത്തിക്ക് അവളെയും കൊണ്ട് പോയത് അവരുടെ കുടുംബക്ഷേത്രത്തിലേക്കായിരുന്നു. അവിടെ എന്തോ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്.
എന്നാൽ വാർത്തിക്കാണെങ്കിൽ ജെൻസിയോട് പറഞ്ഞിരുന്നു, അവിടെ ചെന്നാൽ എന്റെ അച്ഛനും അമ്മയും ഒക്കെ കാണും, അതുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് എന്നെ അറിയാവുന്നത് പോലെയൊന്നും പെരുമാറരുതെന്ന്. അതുപോലെ തന്നെ ജെൻസി ചെയ്തു. എന്നാൽ അടുത്ത ദിവസം കോളേജിൽ നിന്നും 2 കുട്ടികളെ കാണാനില്ലല്ലോ. ജെൻസിയെയും വാർത്തിക്കിനെയും. അക്കാര്യം കോളേജുകാരാണെങ്കിൽ പോലീസിനെ അറിയിക്കുകയാണ്. പോലീസും കോളേജിലേക്കും എത്തും. എന്നാൽ മറ്റൊരു വശത്ത് ജെൻസിയും വാർത്തിക്കും എവിടെയെന്നാൽ അവരൊരു കാടിനുള്ളിലൂടെ തന്നെ കടന്നു പോവുകയാണ്. അവരവിടെ സന്തോഷത്തോടുകൂടി ഓടിക്കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ജെൻസി ഒരുപാട് സന്തോഷവതിയായിരുന്നു. കാട്ടിൽ വെച്ച് വാർത്തിക്കാണെങ്കിൽ ജെൻസി കിസ് ചെയ്യുവാനായി പോകും. എന്നാൽ ജെൻസി ആണെങ്കിൽ അവനെ തള്ളി മാറ്റും. അതേസമയം തന്നെ അവിടെ ഒരു മരത്തിൽ കൂടി ഒരു പാറ്റ പോകുന്നത് അവൾ കാണുകയാണ്. അവൾ ഉടനെ തന്നെ പോയി ആ പാറ്റയെ വായിക്കൊണ്ട് തന്നെ എടുത്ത് കഴിക്കും. അത് കാണുന്ന വാർത്തിക്കനാണെങ്കിൽ എന്തോ വെറുപ്പ് പോലെയൊക്കെ തോന്നും. എന്താ ഇനി എന്നെ കിസ് ചെയ്യേണ്ടെന്ന് ചോദിച്ച് അവൾ അവനടുത്തേക്ക് ചെല്ലും. എന്നാൽ അതേസമയം അവൻ ഓടി പോവുകയാണ്. രണ്ടാളും ചിരിച്ചുകൊണ്ടാണ് ഓടുന്നതും. അതേസമയം തന്നെ ജെൻസി ആണെങ്കിൽ അവിടെയുണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് വീഴും. വാർത്തിക്കാണെങ്കിൽ, നീ എന്താ എന്നോട് പറഞ്ഞത്? പാറ്റയൊക്കെ കഴിച്ചിട്ട് നിനക്കെന്താ വെറുപ്പ് തോന്നുന്നല്ലേ? നീ കുറച്ചു നേരം ആ കുഴിയിൽ കിടക്കുവാനായും പറയും. എന്നാൽ ജെൻസിക്കാണെങ്കിൽ വല്ലാതെ പേടിയായിരുന്നു. വാർത്തിക് അവളെ ആ കുഴിയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. അതേസമയം പോലീസ് ആണെങ്കിൽ കന്യാസ്ത്രീ മഠത്തിലേക്ക് എത്തി ജെൻസിയെ കുറിച്ച് അന്വേഷിക്കും. എന്നാൽ ആ ഒരു സിസ്റ്റർ പറഞ്ഞത്, എനിക്ക് ജെൻസിയെ 3 വർഷമായിട്ട് മാത്രമേ അറിയാവൂ, പക്ഷെ അതിനു മുൻപേ ജെൻസി ഇവിടെയുണ്ട്. ഞാനാകെ 3 വർഷമായതേ ഉള്ളൂ വന്നിട്ട്. അവളെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവിടുത്തെ സീനിയർ സിസ്റ്ററിനോട് ചോദിക്കുവാനായും പറയും. അങ്ങനെ ആ പോലീസുകാരനാണെങ്കിൽ സീനിയർ സിസ്റ്ററിനോട് ചോദിക്കുമ്പോൾ സിസ്റ്റർ ആണെങ്കിൽ ജെൻസിയെ പറ്റിയുള്ള ഒരു കഥ പറയും. 20 വർഷം മുമ്പ് ഏകദേശം ജെൻസിക്ക് ഒരു 2 വയസ്സൊക്കെ പ്രായം വരും. അപ്പോൾ സ്പെയിനിൽ നിന്നും ഫാദർ വന്ന സമയത്ത് ഒരു കുട്ടിയെയും കൊണ്ടാണ് വന്നത്. ആ കുട്ടിയായിരുന്നു ഈ ജെൻസി എന്നും സിസ്റ്റർ പറയുകയാണ്. അപ്പോൾ ഈ ജെൻസി വാർത്തിക്കിനോടൊരു കഥ പറഞ്ഞല്ലോ, അതെന്താണെന്ന് നമുക്ക് തോന്നുമായിരിക്കും. അത് വഴിയേ മനസ്സിലാകും. മറ്റൊരു വശത്ത് ജെൻസി ആണെങ്കിൽ വാർത്തിക്കിനെ ആ കുഴിയിൽ മൂടിയിരിക്കുകയാണ്. എന്തെന്നാൽ അവൾ ആ കുഴിയിൽ കിടന്നപ്പോൾ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കണമെന്ന് വാർത്തിക് പറഞ്ഞിരുന്നു. അങ്ങനെ അവൾ അവനെ ആ കുഴിയിലിട്ട് മൂടി. അവന്റെ തല മാത്രമേ പുറത്തുള്ളൂ. വാർത്തിക് അപ്പോൾ അവളോട് പറയും, ഇപ്പോൾ ഈ കുഴിയിൽ കിടന്നുകൊണ്ട് നിന്നെ നോക്കുമ്പോൾ നീ നല്ല സുന്ദരിയായിട്ടുണ്ട്, ഒരു ഡാൻസ് കളിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ജെൻസി ആണെങ്കിൽ ഡാൻസ് കളിക്കുവാനായി തുടങ്ങി. അതേസമയം തന്നെ അവളുടെ കാല് തട്ടിയാണെങ്കിൽ ഒരു കല്ല് അവന്റെ തലയിൽ ചെന്നടിക്കും. അവന്റെ തല മുറിഞ്ഞ് രക്തം വരുവാനായി തുടങ്ങി. അയ്യോ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ എന്ന് പറഞ്ഞ് അവൾ അവന്റെ തലയൊക്കെ തുടച്ചു കൊടുക്കും. അതേസമയം വാർത്തികാണെങ്കിൽ, ഇനി മതി മതി, എന്നെ ഇതിൽ നിന്ന് പുറത്തിറക്കാനായി പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും ജെൻസിയുടെ സ്വഭാവമേ മാറിയിരുന്നു. ജെൻസി അവിടെയുണ്ടായിരുന്ന മണ്ണെല്ലാം അവന്റെ ദേഹത്തേക്ക് മൂടുവാനായി തുടങ്ങി. അവനാണെങ്കിൽ, നീ എന്തായി കാണിക്കുന്നത്, എന്നെ പുറത്തിറക്ക് എന്ന് പറയുമ്പോഴും അവന്റെ തല മുഴുവൻ അവൾ മണ്ണ് കൊണ്ട് പൊത്തിയിരുന്നു. അവനെ അവിടെ വെച്ചവൾ കൊലപ്പെടുത്തിയിട്ട് അവിടെ നിന്നും ഒന്നും അറിയാത്തതുപോലെ നടന്നു പോകും. പിന്നീട് 20 വർഷം മുമ്പ് എന്താണ് സ്പെയിനിൽ നടന്നതെന്നാണ് കാണിക്കുന്നത്. ഈ ജെൻസിയുടെ അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. മരിച്ചവരുടെ ഫോട്ടോയൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയോ റിസർച്ച് ചെയ്യലായിരുന്നു ജെൻസിയുടെ അച്ഛന്റെ ജോലി. ഇതൊന്നും ജെൻസിയുടെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമേ അല്ല. ജീവിക്കാനുള്ള വരുമാനമേ ഇല്ല, ഞാൻ എങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തും എന്നൊക്കെ അച്ഛനോട് പരാതി പറയും. എന്നാൽ അച്ഛനാണെങ്കിൽ അവിടെ വെച്ച് ജെൻസിയുടെ അമ്മയെ പിടിച്ച് തള്ളും. അമ്മയാണെങ്കിൽ തറയിൽ വന്ന് വീണ് തലയിടിച്ച് മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. മരിച്ചുപോയ അമ്മയുടെ ഡെഡ് ബോഡി ഒരുക്കി കൊണ്ടുവന്നിരുത്തി അച്ഛൻ ഫോട്ടോ എടുക്കും. എന്നാൽ അമ്മയുടെ തലയിൽ അതേസമയം ഒരു പാറ്റ ഓടുന്നുണ്ടായിരുന്നു. അച്ഛൻ ഉടനെ തന്നെ ആ പാറ്റയെ കയ്യിലെടുത്ത് കുഞ്ഞായിരുന്ന ജെൻസിക്ക് അടുത്തേക്ക് വന്നിട്ട്, ദേ പാറ്റ, ഇത് നീ കഴിക്കണമെന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ വായിലേക്ക് വെക്കും. എന്നാൽ അവൾ കുഞ്ഞല്ലേ, അവൾ ആ പാറ്റയെ ചവച്ചരച്ച് കഴിക്കും. അതിനുശേഷം ജെൻസിയുടെ അച്ഛൻ സ്പെയിനിലുള്ള ഒരു അനാഥാലയത്തിൽ അവളെ കൊണ്ടുവന്നാക്കി. അവിടെ നിന്നുമാണ് ഇന്ത്യയിലുള്ള ആ ഒരു ഫാദർ അവളെ ദത്തെടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും. അന്നു മുതൽ പാറ്റയെ കഴിക്കുന്ന ജോലി അവൾക്കുണ്ടായിരുന്നു. മാത്രമല്ല, അവളെ കൊണ്ടുവന്ന ആ ഒരു ഫാദർ ഉണ്ടല്ലോ, ആ ഫാദറിനെ വിഷം വെച്ച് കൊന്നതും ജെൻസി തന്നെയായിരുന്നു. ജെൻസി ഒരു സൈക്കോയായിരുന്നു. വാർത്തിക്കിനടുത്ത് തന്റെ സാർ അവളെ പീഡിപ്പിച്ചു എന്നൊരു കഥ പറഞ്ഞല്ലോ, അതെല്ലാം കള്ളമായിരുന്നു. വാർത്തിക്കിന് അവളോടൊരു സഹതാപം തോന്നാൻ വേണ്ടിയിട്ടും അവളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതും. എന്നാൽ മറ്റൊരു വശത്ത് വീണ്ടും ജെൻസിയെ കാണിക്കുകയാണ്. ജെൻസി ആണെങ്കിൽ ഒരു കടൽക്കരയിലിരിക്കുകയായിരുന്നു. അവിടെ ഒരു ഫോട്ടോഗ്രാഫർ അവളുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അയാൾക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി. എന്നാൽ അവളാണെങ്കിലോ അയാളെ വളയ്ക്കുന്ന രീതിയിലേക്ക് നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളാണെങ്കിൽ അവളുടെ പിന്നാലെ പോകുന്നു. എന്തെന്നാൽ ജെൻസിയുടെ അടുത്ത ഇരയായിരുന്നു അത്. അവളൊരു സൈക്കോയാണ്. പുരുഷന്മാരെ എല്ലാം വളച്ചു കൊണ്ടുവന്ന് അവളുടെ പരിധിയിൽ കൊണ്ടുവന്നതിന് ശേഷം കൊന്നുകളയലാണ് അവളുടെ പരിപാടി. അടുത്ത ഇര ഈ ഫോട്ടോഗ്രാഫറാണെന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.